താനാരോ തന്നാരോ താനാരോ അഞ്ച് റൗണ്ടുകൾ കഴിഞ്ഞ് അപ്പോ ഒന്നാം സ്ഥാനം കൈയടിയിരിക്കുന്നു ഹലോ ഗൈസ്, ഇറ്റ്സ് മീ മക്കുമക്കി. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെയുള്ള വെച്ചാൽ മണ്ണാർക്കാടാണ്. അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മളെ റോയൽ എൻഫീൽഡിൻ്റെ ലോകത്തിൽ തന്നെ ഒരു ദിവസം നടത്തുന്ന ഒരു റൈഡ് ഉണ്ട്. അതിൻ്റെ പേരാണ് വൺ റൈഡ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ മഞ്ചേരി ABC ഷോറൂം, അതുപോലെ പെരിന്തൽമണ്ണ, പിന്നെ തിരൂര്, വെള്ളംപുറം തുടങ്ങിയ സ്ഥലങ്ങളിലെ ഷോറൂമൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു റൈഡ് പോവാണ്, വൺ റൈഡ്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് പറഞ്ഞില്ലേ, ഞാൻ മണ്ണാർക്കാട് എന്ന സ്ഥലത്താണ്. ഏകദേശം 100 ആൾക്കാരാട്ടോ ഈ റൈഡ്. ഇത് കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു റിസ്കി സാധനമാണ്. അപ്പോൾ ഫുൾ വണ്ടികളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അല്ലേ. ഏകദേശം ഒരു 50-52 വണ്ടികളോളം ഉണ്ട്. അതേപോലെ തന്നെ നമ്മളെ റൈഡേഴ്സും എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ ചെറിയ ഒരു എന്ത് ചെയ്യുക, എല്ലാവർക്കും കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ 2024 വൺ റൈഡ് സ്റ്റാർട്ട് ചെയ്യാണ്. കൂടെ എല്ലാവരും കുറേ ആൾക്കാർ വന്നൊരു ഭയങ്കര ഹാപ്പിയാണ്. കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ഇത്രയും ആൾക്കാർ കൂടുന്നത്. അപ്പോൾ ഞാൻ സിജോ, ഞാൻ മഞ്ചേരി ഷോറൂമിലാണ്. പിന്നെ നമ്മുടെ പ്രസാദ് സാർ MD, ദാസനാർ വെള്ളോമ്പുറം ഷോറൂമിൻ്റെ, ഇത് വിനു സാറ് പെരുന്തമണ്ണ, അജിത് സാറ് പെരുന്തമണ്ണ സർവീസ് മാനേജർ, ബാക്കി നമ്മളെല്ലാം സ്റ്റാഫുകളും. എല്ലാവർക്കും വെൽക്കം. പിന്നെ നമ്മൾ പറയുക നമ്മളിപ്പോൾ യാത്ര ചെയ്യുകയാണ്, തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളെന്ന് പരിചയപ്പെടുത്തി തരാനാണ്. നമുക്ക് കോർഡിനേറ്റേഴ്സ് ഒരാൾ ഫ്രണ്ടിലുണ്ടാവും. അവരാരും ഓവർടേക്ക് ചെയ്യാതിരിക്കുക. അവരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഷഫീറും ജഗത്ത്, ഇവർ രണ്ടാളും നമ്മളെ കോർഡിനേറ്റ് ചെയ്യണത്. അതേപോലെ നമ്മളെ മെക്കാനിക് ഉണ്ട് സെയ്ദ്. ഇവർ ഏറ്റവും ബാക്കിലുണ്ടാവും. എന്തെങ്കിലും എമർജൻസിയോ കാര്യങ്ങളോ അർജന്റ് കോൾ ചെയ്യണമെങ്കിലോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സെയ്ദിനെ ജസ്റ്റ് സിഗ്നൽ അടിച്ചാൽ മതി. സെയ്ദ് വെയിറ്റ് ചെയ്യും. ഒരിക്കലും ഇവരുടെ മുന്നിൽ കയറി പോവും ചെയ്യരുത്, സെയ്ദിന്റെ ബാക്കിലേക്ക് ഇറങ്ങി പോവും ചെയ്യരുത്. എന്തെങ്കിലും എമർജൻസി അവിടെ നിർത്തണമെങ്കിലോ എന്ത് വണ്ടിക്ക് ഇഷ്യൂയോ കംപ്ലൈന്റോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും സെയ്ദിനെ ജസ്റ്റ് സിഗ്നൽ അടിച്ചാൽ മതി. സെയ്ദ് നിങ്ങൾ പോയിട്ട് സെയ്ദ് നിങ്ങളെ കൂടെ പോരുള്ളൂ. ഏറ്റവും ബാക്കിലുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ ഇത്രയും ആൾക്കാരാണ്, ചെറിയ റോഡാണ്, ട്രാഫിക് റൂളും കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല രീതിയിൽ പോവുക, എല്ലാവരും ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് പോവുക. നമസ്കാരം. നമ്മൾ ഒരു 10 വർഷത്തോളമായി കണ്ടിന്യൂസ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത്ര ആളുകൾ പങ്കെടുത്ത് ഞങ്ങളോട് സഹകരിക്കുന്നതിൽ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഈ ഒരു ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു വർഷത്തിൽ ഒന്നെന്നുള്ളത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കൂടിയിട്ട് നമുക്കൊരു നല്ലൊരു ഇതാക്കിയിട്ട് മാറ്റാം. എന്തായാലും കൂടുതൽ പറയുന്നില്ല, നമുക്ക് അവിടെയാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടത്. എന്തായാലും ഹാപ്പി ചെയ്യണേ. നമസ്കാരത്തിൻ്റെ പേര് എന്തായാലും നല്ലൊരു ജേണിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതിൻ്റെ ഒപ്പം നമുക്ക് വയാസ് എന്ന് പറഞ്ഞ ഒരു ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ട്. അതിൽ സ്വിമ്മിംഗ് പൂൾ ഒഴിച്ച് ബാക്കി എല്ലാം നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് ദൂരത്തേക്കാണ്, അതിൻ്റെ അടുത്ത് എന്തെങ്കിലും കുറച്ച് ദൂരത്തിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ശേഷം അതിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഹാപ്പി ജേണി. സപ്പോർട്ടിനുള്ള ആളുണ്ട്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ജേണി ആൻഡ് സേഫ് റൈഡ്. നമ്മൾ എല്ലാവരും പിന്നെ വേണ്ട റൈഡേഴ്സിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെ എല്ലാവരും വണ്ടി കയറിയിട്ട് ഒരു ഫോട്ടോ ഒക്കെ അടിച്ചിട്ട് നേരെ ജെല്ലിപ്പാറ പോവാ. നേരെ ജെല്ലിപ്പാറ പോകാനുള്ള വൈബിലാണ്. ഇങ്ങോട്ട് ചോദി ഇവിടെ ക്ലിക്ക് ചെയ്യാൻ സംസാരിക്കാം. വാക്കി ടോക്കി ഉണ്ട്. ഞങ്ങൾ നബീലിന്റെ ഒക്കെ ഒരു ആഗ്രഹം വാക്കി ടോക്കി ഫോട്ടോ ബഷീറ സെറ്റല്ലേ? നമ്മളെ ഉനൈസ് പ്രോ, നമ്മളെ പാണ്ടിക്കാട് റോയൽ എൻഫീൽഡ് ഷോറൂമിന്റെ മാനേജറാണ്. ഇതാരാ മോനാ? പേരേതാ? പേരേതാ? ജഹൻ. ഓ, ഞങ്ങളാണ് ഏറ്റവും മുന്നിലേക്ക് പോകണം. എന്താ വെച്ചാൽ നമ്മളെ അട്ടപ്പാടി ആ വളവിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിലെല്ലാം വീഡിയോസും ഫോട്ടോസും എടുക്കേണ്ടതായിട്ടുണ്ട്.
സിജാബ്ര ഫുള്ള് പോസ്റ്ററാണ്. ആള് മാറി വിട്ടോള്. പിറച്ചോടെ അവിടെ നിൽക്കേ സ്റ്റോപ്പേ. ബാക്കിൽ ഒരുപാട് വണ്ടികളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കട്ടാണ്ട് പറഞ്ഞു. അവിടെ ആള് നിൽക്കുന്നുണ്ട്. സ്റ്റോപ്പാണ്. കിട്ടിയില്ല. അപ്പോൾ നമ്മൾ വയാസ് എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കുറേ പേര് പോയിട്ടുണ്ട്, പിന്നെ കുറേ പേര് വരാനുണ്ട്. അപ്പോൾ അവരെല്ലാവരും നമുക്കിവിടെ സ്പോട്ട് ചെയ്ത് നിന്നതിന് ശേഷം വേണം അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട്. 100 പേരുണ്ടല്ലോ. അപ്പോൾ കോർഡിനേഷൻ വളരെ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ. ഈ റൈഡിന് ഈ വാക്കി ടോക്കിൻ്റെ ഉപയോഗം നല്ലതാട്ടോ. നമുക്ക് എന്താ വെച്ചാൽ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ സിജോപ്ര കണ്ടോ, ഫുള്ള് കോർഡിനേഷനിലാണ്. അതന്നെ വയാസ് എഴുതിയ ബോർഡില്ലേ, ആ ബോർഡ് പോട്ടെ. അപ്പോൾ നമ്മൾ ആ റിസോർട്ടിക്കില്ല എൻട്രിയിൽ എത്തിയിട്ടുണ്ടോ? ആ റിസോർട്ട് നല്ല പോയാ. മണിക്ക് ഫുഡ് അറേഞ്ച് ചെയ്യും. ആ ഫുഡ് അറേഞ്ച് ചെയ്ത ശേഷം ആ മലേന്റെ മേലെയാണ് നമ്മൾ പോകേണ്ടത്. ആ മലേന്റെ ആ വഴി കൂടെ നേരെ കയറിയിട്ട് ബൈക്ക് ഏറ്റവും ടോപ്പ്, ആ മേലെ കാണുന്ന ടോപ്പിലാണ് നമ്മൾ പോകേണ്ടത്. അവിടെ ഇനി ഒരു ഹെലിപാഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അവിടെയാണ് പിന്നെ ഗ്രൗണ്ട് കാര്യങ്ങളുള്ളത്. അവിടെയാണ് നമ്മൾ ഇവന്റ്സ്, ബാക്കിയുള്ള കോമ്പറ്റീഷൻസ് കാര്യങ്ങൾ അതിന്റെ മേലെയാണ് വെച്ചത്. അപ്പൊ അത് കഴിഞ്ഞ് ഏകദേശം ഒരു 4 മണിക്ക് നമ്മൾ താഴേക്ക് ഇറങ്ങി ഒരു ടീ സ്നാക്സ് കുടിച്ച ശേഷം വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെയാണ് പ്രോഗ്രാം വെച്ചത്. അങ്ങനെ തന്നെയാണ് വെച്ചത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഫുള്ള് യൂസ് ചെയ്യാം. അത് കംപ്ലീറ്റ് ഇപ്പൊ ഒരു 1.5 മണിക്കൂർ എങ്ങനെ വേണം വണ്ടിയായിട്ട് പോയിട്ടോ അല്ല വണ്ടീന്റെ മേലെ പോയിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. തിരിച്ച് ഒരു 12:30 മണിക്ക് ഷാർപ്പ് ഫുഡ് കഴിച്ചാലാണ് നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്ന് സ്പീഡാവുള്ളൂ. ഇവര് കൂടെ ഉണ്ടാവും. ഞാൻ ഏകദേശം പെട്ടെന്ന് പോകേണ്ടോണ്ട് ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് പോകും. ബാക്കിയുള്ള നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും ഇവിടെ പിന്നെ നിങ്ങളെ ഫ്രണ്ട്സോ നിങ്ങൾക്കോ ആർക്കെങ്കിലും സ്റ്റേ ചെയ്യണമെങ്കിൽ ഇവര് ചെറിയൊരു എമൗണ്ട് ഡിസ്കൗണ്ട്, വെയിറ്റ് ഉണ്ട്, ചെറിയൊരു എമൗണ്ട് ഡിസ്കൗണ്ടിലും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സ്റ്റേ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ വന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കാര്യങ്ങളാണുള്ളത്. പിന്നെ നമുക്ക് ഓരോ സ്ഥലത്തുനിന്ന് വന്ന ആൾക്കാരെ കൗണ്ട് വേണം. അപ്പൊ ആ കൗണ്ട് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ പെരിന്തൽമണ്ണയിൽ നിന്ന് വന്നവരും ജസ്റ്റ് വന്നാല് ഇങ്ങോട്ട് പോകുമ്പോൾ കൗണ്ട് എടുക്കുകയാണെങ്കിൽ കൗണ്ടും കിട്ടും. അപ്പോൾ രാവിലെ ചായ ഒന്നും കുടിക്കാതെ പോന്നാണ്. ഇവിടെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നേരെ അങ്ങോട്ട് പോലെ പ്ലാനാണ്. അപ്പോൾ എല്ലാവരും കുറേ പേര് വരുന്നുണ്ട്, കുറേ പേര് മുന്നിലേക്ക് പോയിട്ടുണ്ട്. കൈവി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. അപാരം ഈ ഫ്രെയിമിൽ കാണാൻ പറ്റും. സ്വാദം ഡൈനിങ്. അപ്പോൾ ഇവിടെയാണ് എന്ത് നമ്മളെ ടീ വെൽക്കം ഡ്രിങ്ക് ഒരുക്കിയിട്ടുള്ളത്. എന്താണുള്ളത് നോക്കട്ടെ. ABC മോട്ടോഴ്സിൻ്റെ MD പ്രസാദ് സാറ്
നമസ്കാരം. എത്ര ക്ലാസ് പഠിച്ച്? 2 ക്ലാസ്സോ? എവിടെ ചെന്നാലും നിങ്ങൾക്ക് തന്നെയുള്ള പരിപാടി. റജിനെ വെള്ളം കുടിച്ചില്ലേ? ഡ്രിങ്കള എത്ര ക്ലാസ് പഠിച്ചു റജിനെ? ഈ പോലെ ഒന്നോ സാധാരണ ഞങ്ങളല്ലേ അല്ല ഇവിടെ കേശർ വട്ടിഞ്ചിത്ത് മെയിനാണ്. കണക്ക് കൂടുതലൊന്നും വയ്ക്കാറില്ല. ഇത് സർവീസിന്റെ മെയിൻ ഷോണ്. നല്ല പ്രതീക്ഷയിലാണ് വന്ന് ഒന്നും കിട്ടില്ല. ബിരിയാണി ഉണ്ട്. ബിരിയാണി സാധാ നമ്മളൊക്കെ നേരത്തെ കഴിച്ചില്ലേ? അപ്പൊ ഇതാ വണ്ടറിന്റെ ഭാഗമായിട്ട് നമ്മളെ കസ്റ്റമേഴ്സിന്റെ ഒക്കെ ഒരു ഫ്ലോ റൈസിങ് നടക്കേണ്ടതാ. ആ കാഴ്ചകൾ ഇപ്പൊ കാണിച്ചു തരാം. പോട്ടാ പേര് വിളിച്ച മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് ട്രാക്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പ്ലീസ് ലിസൺ ഹിയർ. ഷഫീഖ്, റിൻഷാദ്, ബൈജു. എല്ലാരും ഏകദേശം നാലാമത്തെ റൗണ്ട് ആയിട്ടുണ്ട്. അപ്പോ ലാസ്റ്റ് റൗണ്ടാ, പിന്നെ ഫൈനലായിരിക്കും നടത്തുക. ലാസ്റ്റ് റൗണ്ട് കേട്ടോ. ഇനി അടുത്തത് ഒരു ഫൈനലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ 5 റൗണ്ടുകൾ കഴിഞ്ഞ് അപ്പോൾ ഇനി ലാസ്റ്റ് ഫൈനൽ ആയിരിക്കും ഇത് കഴിഞ്ഞിട്ട് ഉണ്ടാവുക. അപ്പൊ ഗൈസ് ഇത് സെക്കൻഡ് ലാസ്റ്റ് ഫൈനലാണ് കേട്ടോ. എന്താ വെച്ചാൽ ഇതില് ഫസ്റ്റ് അടിക്കുന്ന ആൾക്ക് ഫസ്റ്റ് ആയിരിക്കും. ബാക്കി 4 പേരെ വെച്ചിട്ട് ഒരു മത്സരം കൂടി നടത്തും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോ എന്തായാലും നമുക്ക് ആവേശോജ്വലമായ ഫൈനൽ മത്സരം നമുക്കൊന്ന് നോക്കാം. from Classic 350. Sharat IK Bullet 350 UC. Vipin Himalayan 450. എല്ലാ റൈഡേഴ്സിനെയും കാണികൾ നല്ലവണ്ണം കൈയടിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുക. ready? Ready? Are you ready? On your mark. Ready? Start. നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആട്ടോ ഉള്ളത്. ഒന്നാം സ്ഥാനം കൈയടിയിരിക്കുന്നു. ശരത് ഫ്രം പാണ്ടിക്കാട്. ഒരു നല്ല കൈയടി കൊടുക്കുക. ഇതില് സെക്കൻഡ് പ്രൈസ് ആർക്കാ എന്നുള്ളതിലെ മത്സരമാണോ. ബാക്കി 4 പേര്, ഒരാൾ ജയിച്ചു. ബാക്കി 4 പേരെ വെച്ചിട്ടുള്ള മത്സരം. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം പറയുന്നു. നല്ല പ്രോത്സാഹനം കൊടുക്കുക. സ്റ്റാഫുകൾ തമ്മിലുള്ള ഫ്ലോ റൈസിംഗ് ആട്ടോ. On your mark, ready, start.
മയക്കുവെട്ടിക്ക് മുന്നിൽ പോലും മയങ്ങിപ്പോകുന്ന അതിപ്പപ്പെട്ട മനക്കരുത്തമായി സൈഡും വിദേശം ഇഞ്ചോടിക്ക് പോരാട്ടത്തിൽ കൊടുക്കാൻ തയ്യാറില്ലാത്ത രണ്ട് മനസ്സുമായി ആവേശകരമായ പോരാട്ടത്തിൽ ആരും കണ്ടാൽ പോകുന്ന മത്സരത്തിൽ സ്റ്റാഫുകളുടെ രണ്ടാം ഘട്ടം റൗണ്ടാണ്. രണ്ടാമത്തെ റൗണ്ടാണ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 5 പേരാണ് ഉള്ളത്. നമ്മളെ MD പ്രസാദ് സാറൊക്കെ ഉണ്ട് കേട്ടോ. അത് ആക്കാലുത്തി ഇപ്പോൾ ഫൈനലിൽ നമ്മളെ വെള്ളോമ്പുറത്തുള്ള അസൈനാറും അതുപോലെ തന്നെ പാണ്ടിക്കാടുള്ള ഉനൈസും തമ്മിലാണ് ടൈറ്റ്. ഇതാണ് മക്കളെ ടൈറ്റ് മത്സരം. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. വളരെ ടൈറ്റ് ആയിരിക്കും. ഹെവി ടാസ്ക് മത്സരമാണ്. അപ്പോൾ പാണ്ടിക്കാടുള്ള ഉനൈസ് വിജയിച്ചിരിക്കുന്നു. മഞ്ചേരി തോൽക്കാൻ ആദ്യം ഒക്കെ കൂട്ടാളാ. അത് കിട്ടൂലടാ. അത് വലിക്കാൻ പ്രാക്ടീസ് വേണം. ഇങ്ങനെ ബാക്ക് പിടിക്കണേ. സ്റ്റാർട്ടോടെ കാണികൾ പുറകോട്ട് ഇറങ്ങി നിൽക്കേണ്ടതാണ്. ഒരു കോച്ചിന് മാത്രമേ ട്രാക്കിൽ നിൽക്കാറുള്ളൂ. ആവേശജലമായ രണ്ടാമത്തെ റൗണ്ട് നടന്നുകൊടുക്കാണ്. ഫസ്റ്റത്തെ റൗണ്ട് വലിച്ചിന്റെ മോനെ ആകെ ഊപ്പാടളകി. ഇതെന്താ എല്ലാ മത്സരാർത്ഥികളും ശ്രദ്ധിക്കുക. വടംവലിയുടെ 3ാമത്തെ റൗണ്ടാണ് കേട്ടോ ഉള്ളത്. മൂന്നാമത്തെ റൗണ്ടാണ്.
എന്തായിട്ടാണ് കേട്ടോ 3 റൗണ്ടായിട്ട് കളിക്കുന്നത്. മറ്റൊക്കെ ഫസ്റ്റത്തെ രണ്ടാമത്തേതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് 2 റൗണ്ട് ആകുമ്പോഴേക്ക് തീരുമാനം. മൂന്നാമതിലേക്ക് കടന്നിട്ടുണ്ട്. അല്ലേ ആവേശജലമായ തിരുമലൈ. മൊത്തം 4 റൗണ്ട് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെമി ആയിരിക്കും ഉണ്ടാവുക. നല്ല പ്രശ്നം ഹോൾഡ് ചെയ്തിട്ട് വലിക്കുക. ഒന്ന് കടക്കും സിജോ ബ്രോ, ഒന്ന് കടക്കും. ഓക്കെ എന്ത് സംഭവം? ഫൈനൽ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുന്നു.
അപ്പോൾ ഗോയ്സ്, ആവേശോജ്വലമായ ഫൈനൽ മത്സരത്തിൽ ഞങ്ങൾ തോറ്റിരിക്കുന്നു അല്ലേ? സെക്കൻഡ് റൗണ്ടല്ല, ഫൈനലിൽ അതികഠിന പോരാട്ടമായിരുന്നു. എന്തായാലും എല്ലാവരും സെറ്റാണ്. ഇപ്പോൾ ഏകദേശം സമയം എന്താടാ പോനാ നമ്മൾ 4 സ്നാക്സ് എന്താണ്? പഴംപൊരിയോ? എല്ലാവരും സ്നാക്സും ടീയും കുടിക്കാണ്. ഇനി പിന്നെ സമ്മാന വിതരണമൊക്കെ ഞങ്ങളെ തോൽപ്പിച്ചു അല്ലേ? നിങ്ങളവിടെ പിടിച്ചോണ്ട് അല്ലേ? നിങ്ങൾ ഫസ്റ്റ് അവിടെ സ്ഥലം പിടിച്ചോണ്ട് മാത്രം. സിജോ, സഫീർ, രാഹുൽ, വൈശാഖ് എല്ലാവർക്കും നല്ല കൈ കൊടുക്കുക. ഇനിയും ഇതിലേറെ നല്ല വൺറൈഡുകൾ അല്ലെങ്കിൽ ഇവന്റ്സ് സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയും എന്ന വിശ്വാസമുണ്ട്. അതിന് ഞങ്ങളല്ല അതിന്റെ ആളുകൾ, നിങ്ങളാണത് വിജയിപ്പിക്കേണ്ടത്. ഇനിയും ഒരുപാട് റൈഡിന് കൂടെ വരണം. ഒരുപാട് റൈഡ്സ് ഉണ്ട്. നവംബറിൽ നമുക്ക് റൈഡർമാരുണ്ട്. പലർക്കും സുപരിചിതമായിരിക്കും. ഇതിൽ പലരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് പോകണ്ടേന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്തായാലും ഈ ഇത്ര ആളുകളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ആവേശം തോന്നുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് റൈഡ് ഞങ്ങൾ 2013 8 സ്റ്റാഫുമായിട്ടാണ് ഞങ്ങള് പെരിന്തൽമണ്ണയിൽ നിന്ന് അട്ടപ്പാടിയിൽ വന്നിരുന്നത്. ഇന്നിപ്പോ അത് 100ഓളം സ്റ്റാഫല്ല, റൈഡേഴ്സ്. ഇന്നിപ്പോ അത് 100ഓളം ആളുകളുടെ, അതായത് 100ഓളം റൈഡേഴ്സിന്റെ നല്ല എനർജി റൈഡേഴ്സ് നമ്മളെ കൂടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ വടംവലി മത്സരം വരെ കാണുമ്പോഴും നമുക്ക് ഭയങ്കര ആവേശം തോന്നുന്നു. എന്നാലും നിങ്ങളൊക്കെ തരുന്ന പിന്തുണയാണ് നമ്മളുടെ ഇത്രയും വിജയം, ഇത്രയും ഒരു കൂട്ടായ്മയ്ക്കും കാരണം. അത് തുടർന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ വേൾഡ് ലെവലിൽ തന്നെ ആദ്യകാലങ്ങളിൽ ഏപ്രിൽ 1st സൺഡേയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അത് സെപ്റ്റംബർ ലാസ്റ്റ് സൺഡേ ആയിരുന്നു. ഓരോ പ്രാവശ്യം വരുമ്പോഴും നമ്മളുടെ റൈഡേഴ്സിൻ്റെയും നമ്മൾ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന നമ്മുടെ സ്റ്റാഫുകളിലും ആവേശം കൂടുന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അഭിമാനമാണ്. എല്ലാവർക്കും മുതലേ, അതായത് ഒരു 3 മാസം മുന്നേ നമ്മൾ പ്ലാനിങ് തുടങ്ങിയായിരുന്നു എവിടെയാണ് എങ്ങനെയെന്നുള്ളത്. അതിനുവേണ്ടി നമ്മളെ നന്നായിട്ട് ഇതായിരുന്നത് ബിനോയ് എന്ന് പറയും. നേരത്തെ വന്ന് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. ഒരു ഡിഫറെൻറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ വെള്ളാമ്പുറത്തെ GM ആണ്. പുള്ളിയാണ് നമ്മുടെ ഒരുവിധം പ്രോഗ്രാംസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യല്. ഈ പ്രോഗ്രാം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബിനോയിന് എന്തായാലും നന്ദി പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ വന്ന് സൈറ്റ് വിസിറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് സിജോ ഉണ്ട്. പിന്നെ റൈഡ് കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ഹുനൈസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 വർഷത്തോളമായിട്ട് ഞങ്ങൾ കൂടെ ഉള്ളതാണ്. ഫസ്റ്റ് കാലങ്ങളിൽ നിലമ്പൂരും പിന്നീട് നമ്മളെ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ബ്രാഞ്ച് എന്നുള്ള കൺസെപ്റ്റ് വന്നപ്പോൾ ധൈര്യത്തിൽ ഏൽപ്പിച്ചു കൊടുത്തായിരുന്നു ഞാൻ ഹുനൈസിന്. ആ ബ്രാഞ്ച് വളരെ ഭംഗിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരെയും സപ്പോർട്ട് കാണുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാവരും, സിജോ ആണെങ്കിലും അസൈനാർ ആണെങ്കിലും എല്ലാവരും. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ഈ പ്രോഗ്രാം നന്നാക്കി നടത്തിയതിന്. അടുത്ത റൈഡിന് ഈ റൈഡിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് നമുക്ക് പുതിയ ആളുകളെയും കൂടി ഉൾപ്പെടുത്താം. ഓക്കെ, താങ്ക് യു. എല്ലാ രീതികളിലും നമ്മളൊപ്പം എനർജറ്റിക് ആയിട്ട് നിൽക്കണ എല്ലാവർക്കും ആശംസിക്കുന്നു. താങ്ക് യു. എനിവേ, എന്നാലും ഇപ്പം നമ്മൾ കണ്ട് എല്ലാവരും എൻജോയ് ചെയ്തിട്ടുള്ള സംഭവം തന്നെയാണ്. എന്നാലും നല്ലൊരു എക്സൈറ്റിംഗ് ആണ്. എന്നൊരു കാലത്ത് പോലെ ഇതുവരെയും നല്ല എനർജി ആയിട്ട് എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ വളരെ നന്ദിയുണ്ട്. താങ്ക്സ് ടു ഓൾ ടീം. കഴിഞ്ഞ വർഷം 3 വർഷത്തേക്ക് തോന്നുന്നു വണ്ടയിൽ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷെ ചാമ്പ്യൻ ആയില്ല. 2024 ആള് ചാമ്പ്യൻ ആയിരിക്കാണ്. ക്ഷണിക്കുന്നു. പാണ്ടിക്കാട് അസേ പറയണേ. അസേ നല്ല കൈയടി ശരത്തിന് കൊടുക്കണം. അടുത്തതായി സ്ലോ റേസിൽ
സെക്കൻഡ് വിന്നറായിട്ട് പെരിന്തൽമണ്ണ ആക്സിസ് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന കുഞ്ഞാക്കുശി റൈഡിംഗ് ടീമിൽ വന്ന ബിബിൻ. പ്ലീസ് വെൽക്കം. സ്റ്റാഫ് കാറ്റഗറി ഒരു സ്ലോ റേസ് നടത്തിയിരുന്നു. ഞങ്ങൾക്കൊക്കെ അവിടുന്ന് പോരുമ്പോ തന്നെ അറിയാം, ഞാനൊക്കെ സ്ലോ റേസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ചെയ്തുണ്ട്, ഓനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നറിയാം. എന്നാലും പ്രതീക്ഷയോടെ വന്നു, മത്സരിച്ചു, അവൻ തന്നെ വിജയിച്ചു. ആളാണ് ഇപ്പോ പ്രസാദ് സാർ നേരത്തെ 5 മിനിറ്റ് പൊക്കി പറഞ്ഞ ആള്. നമ്മളെ പ്ലീസ് വെൽക്കം. കഴിഞ്ഞ വർഷം ചാമ്പ്യന്മാരായ അതേ ടീമിന് മഞ്ചേരി വടംവലിന്റെ ടീമിന് എല്ലാ വർഷവും വരാറുണ്ട്. അപ്പോ വടംവലി ടീമിൽ വിന്നറായ മഞ്ചേരി ടീമിനെ ആ കൊലയില് നമുക്ക് പങ്കില്ല. വീഡിയോ വീഡിയോ അപ്പോൾ ഇവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഇറങ്ങാണ്. അപ്പോൾ 5 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ 5 മണി വരെയാണ് ഇവിടെ അനുവദിച്ചെന്നുള്ള സമയം. നല്ല കാറ്റടിക്കുന്നുണ്ട്, ഈ പുല്ല് കണ്ടാൽ മനസ്സിലാവും കാറ്റടിക്കുന്നുണ്ട്. ഇനി എന്താ വെച്ചാൽ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അങ്ങോട്ട് പോകണമെന്ന് പറയുന്നുണ്ട്. നമുക്ക് ആ കിടിലാവുമല്ലേ നമുക്ക് നോക്കാം, വന്ന് പോയി വെക്കാം. റോഡ് നീ ഇതെന്താ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു വ്യൂ, അവിടെ വേറൊരു വ്യൂ പോയിന്റ് തന്നെ കാണുന്നുണ്ട്. മെയിൻ ഷെഫീർ ആരാ ഗൈസ് കാട്ടിന്റെ ഉള്ളിലേക്ക് വണ്ടി കൊണ്ട് വന്നിട്ട് പാവട്ടോ വഴിയെ മുട്ടിയിട്ടെന്നെ ആവൂലേ. വല്ലാത്ത വൈബ്. പെരുമ്പാമ്പൊന്നും ഉണ്ടാവില്ല, മുറുക്കൻ പാമ്പൊക്കെ ഉണ്ടാവുള്ളൂ. ഗൈസ് പൊലം കാറ്റ് ഗൈസ്, നല്ല കാറ്റാണ്. മഴ ചെയ്താൽ നല്ല രസം ഉണ്ടാവും.
പെണ്ണനിക്കയിലൊത്ത് തന്നതാ എത്ര എത്ര പെണ്ണനിക്കയിലൊത്ത് തന്നതാ എനിക്ക് മാറിയുടെ പോലുണ്ടെന്ന് ഞാൻ നിക്കാതെ ചെയ്തിട്ടാകെ കുഴപ്പത്തില അവൾ കാലത്തേടിക്കൂല മുറ്റമടിക്കൂല പല്ലും കൂടി തേക്കൂലേ മടിക്കാതെ ചൂലെടുത്താൽ അവൾ നടന്നോണ്ടുറങ്ങും അപ്പോൾ ഈ ഒരു വൈബോട് കൂടി ഈ റൈഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇങ്ങനെ അടുത്ത വീഡിയോ വരും.